ഇന്നത്തോടെ കാര്യം ഞാൻ തീരുമാനിക്കും. ഇവളൊരു സാധനം എടുത്ത് കൊണ്ടുവച്ച കാണല. എവിടെ കൊണ്ടുവച്ച് ഇത് പണ്ടാരങ്ങി പ്ലാസ്റ്റിക് എപ്പോഴെയാണ് ഇവളിത് കൊണ്ടുവച്ച് കാണല. ആ എപ്പോഴാണ് കൊണ്ടുവച്ച്? ഓ, ഈ മുറ്റം കുളൂസാക്കുന്ന നേരം കൊണ്ട് ആ നടക്കുന്ന വഴിയൊക്കെ നന്നാക്കിക്കൂടെ? രാഗിണിയേച്ചിയേ, 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 ഇവിടെ ആരുമില്ലേ? രാഗിണിയേച്ചിയേ, കിടന്നുറങ്ങിയായിരിക്കും. രാഗിണിയേച്ചിയേ, രാഗിണിയേച്ചിയേ, ഇങ്ങോട്ട് വേമ്പ. രാഗിണിയേച്ചി ഒന്നും പറയില്ല, ഇങ്ങോട്ട് വാ. എവിടെ പോയതാ? രാഗിണിന്റെ പോക്കറ്റിലല്ല. ഒരു തീപ്പെട്ടി തരാൻ പറ്റുമോ? ഇന്ത്യയിൽ എഴുതാന്ന് തീപ്പെട്ടി? ഒരു തീപ്പെട്ടി പേരെന്തെങ്കിലും സംഘടിപ്പിച്ചു കൊണ്ട് തരാൻ പറ്റുമോ? എനിക്കിപ്പോ നിങ്ങൾ ചായ ഉണ്ടാക്കാനാ? ചിരിച്ചിക്കല്ല സമയമല്ല, ചായ അടിക്കാനല്ല, കത്തിക്കാനാ. അനിയല്ലേ ഞാൻ ചോദിച്ചാ ചായ ഉണ്ടാക്കാനാന്ന്? ഇങ്ങനെ തീപ്പെട്ടി എന്നെ കൊണ്ടുവരുന്നു. ഓ, ഞാൻ ശാന്തരത്തിന്റെ അടുത്ത് വാങ്ങി തരാ. നീ എങ്ങനെ ഉണ്ടാവോ ചായ കുടിക്കാൻ ആൾക്കാർക്ക് ഭ്രാന്തളകല്? ഞാൻ വിചാരിച്ച ഇന്ത്യയിൽ മാത്രമാ ചായ ഭ്രാന്ത് എന്ന്. ഇതെല്ലാ പോരേലും ഉണ്ട്. സുഭാഷേട്ടാ, നിങ്ങളേല് തീപ്പെട്ടി ഉണ്ടോ? എനക്കെന്തിനാ തീപ്പെട്ടി? കണ്ടേട്ടന് ചായ ഉണ്ടാക്കാനാ. നീ ആ രാഗിണിയേച്ചി ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. അല്ല, നിങ്ങൾക്കും ഈ ചായപ്രാന്ത് ഉണ്ടോ? ഞാനൊരു ചായ കുടിക്കാൻ ഇറങ്ങിയതാ. നിങ്ങൾക്ക് പിന്നെ നിങ്ങളെ പെണ്ണുങ്ങളെ കൈകൊണ്ട് ചായ കിട്ടി ചാവാനുള്ള യോഗമൊന്നുമില്ല. ഓക്കുള്ള നേരം നാട്ടുകാരെ കുറ്റം പറഞ്ഞ് നടക്കാനുള്ള സമയമല്ലേ ഉള്ളൂ. എവിടെയാ കൊണ്ടത്? കണ്ടേട്ടാ, ഉണ്ട്. ഇത് കംപ്ലീറ്റ് ഞാൻ കത്തിക്കാൻ പോവാ. കംപ്ലീറ്റ് ആണ് കത്തിയാ ഉരുട്ടിക്ക്. കംപ്ലീറ്റ് ഞാൻ കത്തിക്കാൻ പോവാ. കത്തട്ടെ. ഇങ്ങോട്ട് തീപ്പെട്ടി വേണ്ടാത്തൊന്നും ചെയ്യില്ലോ. തീപ്പെട്ടി കത്തട്ടെ. ഞാൻ കത്തിച്ചു. കത്തി ചാമ്പലാവട്ടെ. ഒന്നും ഓടി വരി എല്ലാരും. അയ്യോ അയ്യോ, ഇവിടെ ഒന്നും ആരുമില്ലേ? അയ്യോ, എടാ പ്രമോദേ, രാധേടത്തിയേ, ഒരു മനുഷ്യനെയും കാണുന്നില്ലല്ലോ. ഇവിടെ ഒന്നും ആരുമില്ലാന്ന് തോന്നുന്നു. എടാ പപ്പു, നിന്നോട് കോർപ്പറേഷൻ ഓഫീസിൽ പോകാൻ വേണ്ടി പറഞ്ഞോ? എന്നിട്ട് നീ സാറെ കണ്ടോ? എന്നിട്ടോ ഈ സാറെ ഭംഗി കാണാൻ പോയതാണോ? എടോ, അയാൾക്ക് പൈസ കൊടുത്ത നീ? എന്റെ പൊട്ടൻ പപ്പു, എടാ പൈസ ആരെങ്കിലും കൈക്കൂലി ചോദിക്കോ? നമ്മള് കണ്ടറിഞ്ഞ് കൊടുക്കല്ലേ വേണ്ടത്. നീ മെല്ലെ ആരും കാണാണ്ട് മെല്ലെ കീശന്ന് പൈസ എടുക്കുക. ആ പൈസ എടുത്ത് ഈ കക്ഷിന്റെ അടുത്ത് മെല്ലെ എത്തുക. ആരും കാണാണ്ട് മെല്ലെ അതങ്ങ് കൊടുക്കുക. അതിന് മൂപ്പരോട് പറയാ, ഇത് ഞങ്ങളുടെ സന്തോഷം. അത്രേ ഉള്ളൂ. ഓക്കെ. ഈ കിഴങ്ങൊക്കെ ഇനി ഏത് കാലത്ത് നന്നാവാനാ? ഏട്ടോ, താമസോടാ. എന്താണ് വയസ്സ്? ബാലേട്ടങ്ങൾ എവിടെയാളേ? അയ്യോ, ഹലോ 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 ഹലോ, കരയില്ലേ. ആരാ? ഞാനാ പ്രഭിജിയാ. എന്താ പ്രഭിജ? ഞാൻ കണ്ടേട്ടന്റെ വീട്ടിലുള്ളത്. മൂപ്പര് ആത്മഹത്യ ചെയ്യാൻ പോവാന്ന്. കണ്ട ആത്മഹത്യ ചെയ്യല്ലേന്ന് പറ. ഞാൻ പറഞ്ഞിട്ട് കേക്കില്ല. നിങ്ങളൊന്ന് പെട്ടെന്ന് വരാ. ആ മാഷേ ജിത്തു കണ്ടൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. മരിച്ചിട്ടില്ല, ടെൻഷൻ അടിക്കണ്ട. ബാലല്ലേ ഇവിടെ? വാ. ഉപ്പിട്ട് കുടിച്ചോ, ചിലപ്പോ കടയടക്കേണ്ടി വരും. വാ. എന്താ പറ്റിയേ? രാധേടത്തിയെ നമ്മളെ കണ്ടപ്പോട്ടെ ആത്മഹത്യ ചെയ്യാൻ നോക്കുന്നു. ഗ്യാസ് ഒക്കെ തുറന്നിട്ടുണ്ട്. രാഗിണിയോട് പോയി? എനിക്കറിയൂല. ഞാൻ വന്നപ്പോ സംഭവം മോനെ കണ്ടപ്പോട്ട് ആത്മഹത്യ ചെയ്യാൻ പോവാ. സ്പോട്ട് എവിടെയാ? അടുക്കളയിലോ ഒന്ന് അങ്ങോട്ട് ചെല്ലി. തീപ്പെട്ടി കിട്ടി. തീപ്പെട്ടി നിൽക്കടാ. തീപ്പെട്ടി എടുക്ക്. ഈ തീപ്പെട്ടിയാ? തീപ്പെട്ടി എടുക്ക്. തീപ്പെട്ടി ഇല്ലാണ്ട് അങ്ങനെ ചാവാന്ന് ഭാരതാട്ടി കളിക്കണം. തീപ്പെട്ടി ഇങ്ങോട്ട് എടുക്ക്.
എടുക്കേ മുണ്ട മുണ്ട സോമ എന്തേ ആ തീപ്പെട്ടി കൊണ്ടാ ഇത് ഭയങ്കര ലേഖാന്നല്ലേ ഞാൻ തീപ്പെട്ടിതാ തീപ്പെട്ടി കൊടുക്ക മോനെ ചേലക്കാൻ തീപ്പെട്ടി കൊണ്ടായിരുന്നു ഉണ്ടാ കള്ളച്ചേറ്റ തീപ്പെട്ടി കൊടുക്കും ഇഞ്ഞൊരച്ച് കത്തിക്കുന്നാല് കത്തിക്കേ നമ്മ രണ്ടാക്കും ഒരുമിച്ച് സോമാഞ്ഞി തീപ്പെട്ടിതാ ചെവിട്ട് തോണ്ടനല്ല പറഞ്ഞേ തീപ്പെട്ടി കൊണ്ട് സോമാഞ്ഞി തീപ്പെട്ടി കൊണ്ട് അങ്ങട്ട് ഹലോ ആ രാഗിണേ ബാലനാണേ. എന്താ ബാലേട്ടാ? ആ നീ എവിടെ ഉണ്ട്? ഞാനൊന്ന് ടൗണ് വരെ വന്നതാ. ഒന്ന് പെട്ടെന്ന് വീട് കയറി വാ. കുറച്ച് സാധനം കൂടി വാങ്ങാനുണ്ട്. ശ്ശോ, സാധനമൊക്കെ പിന്നെ വാങ്ങാം. പെട്ടെന്ന് വലിയ പ്രശ്നത്തിലൊക്കെ പോണു. പെട്ടെന്ന് വാ. സാധനം ആ, വാങ്ങാൻ പോയിക്കാ. പെട്ടെന്ന് ഞാൻ അവിടെ കാത്തുക. എന്നാ ഞാൻ വരാം. ദയവ് ചെയ്ത് പുതിയ വാർത്തകൾ ഉണ്ടാകരുത്. ഈ ന്യൂസ് ഒന്നും കൂടെ അവസാനിപ്പിക്കട്ടെ കേട്ടോ. ഞങ്ങളൊന്നും ഉണ്ടാക്കില്ല, ഉള്ളതേ ഞങ്ങളും പറയുന്നുള്ളൂ. ഓ ഇമ്പൾ ഉണ്ടാക്കുന്നോരാ. കണ്ട ഈ എന്തായാലും മരിക്കാൻ തീരുമാനിച്ച് കുറച്ച തീരുമാനം. നിനക്ക് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ഇങ്ങനെ അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോന്ന്? അവസാനമായിട്ട് ഏതെങ്കിലും തെങ്ങ് കയറിയിട്ട് 2 തേങ്ങ വലിക്കണം. 2 തേങ്ങയിൽ വലിക്കണം. ഈ തെങ്ങ് മതിയോ തൽക്കാലമായി? ആ വാ ചെല്ല്. അത് കഴിയട്ടെ വാ. നോക്ക് ശ്രദ്ധിച്ച് ആ. സ്വാധീനിക്കൽ അല്ലേ? എടോ ഒരുത്തനൊന്ന് സ്വസ്ഥമായിട്ട് മരിച്ചോട്ടെടോ. ചെല്ല് ആ തീപ്പെട്ടി ഒന്ന് വാങ്ങിക്കൊണ്ടുക. ചെല്ല്. നീ മരിച്ചോ? ആ. ഞാനൊരു കാര്യം നിന്റെ പേഴ്സണൽ ഞാൻ ചോദിക്കുന്നോണ്ട് തെറ്റൊന്നും വിചാരിക്കരുത്. മരിക്കുന്നതിന് ചോദിച്ചു കുടിക്കുന്നാല്. അല്ല നീയും ഭാര്യ നല്ല സുഹൃത്തില്ലെന്ന് നീ ഇങ്ങനെ പറഞ്ഞല്ലോ. നിനക്ക് വേറെ എന്തെങ്കിലും ലേഡീസ് ഏർപ്പാട് വല്ലോ ഉണ്ടായിട്ടുണ്ടോ? ചെറിയൊരു ഇത് നിങ്ങൾ കേക്കാൻ കാത്തുക്ക. തുറക്ക്. അതിനടക്കട്ടെ മോനെ. നടന്ന തന്നെ സ്വാധീനിക്കൽ. ഞാനൊന്ന് മരിച്ചോട്ടെ എന്റെ ബാല പ്ലീസ്. വന്നാ ഇപ്പൊ വരാം. വരാ ഞാൻ സോമനോടെ തീപ്പെട്ടി ഒന്ന് ഇവിടെ എത്തിക്കാനുള്ള ഏർപ്പാട് ഉണ്ടാക്കണേ ട്ടോ. ആ ബാല ആടാ. ഇതാ ഇവിടെ പോയിരിക്കും. ഞാനൊന്ന് കൊയിലാണ്ടി പോയതാ. എന്തിനു പോയതാ? ഗ്യാസും അരിയും സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയതാ. അപ്പൊ ഗ്യാസ് ഇല്ലേ? ഇല്ല, ഗ്യാസ് വീട്ടിലില്ല. ഓ ഒരാഴ്ചയായി തീർന്നിട്ട് ഗ്യാസും അരിയും സാധനങ്ങളൊക്കെ. സോമ തീപ്പെട്ടിയാ ഇതാ. എന്തേനു ബാല ഞാൻ തീപ്പെട്ടി എടുക്ക. ഇപ്പൊ ചാവും. ഞാൻ പറയാം. കണ്ടനെന്താ കാണിക്കുന്ന നോക്കാലോ. ബാല തീപ്പെട്ടി ഓട്ടെ മോനെ. തീപ്പെട്ടി ഓട്ടെ. ഉണ്ടാ തീപ്പെട്ടിതാ. തീപ്പെട്ടി താവാ. തീപ്പെട്ടി ഉണ്ടാ. തീപ്പെട്ടി മൂപ്പരെന്താക്കാ? കൊണ്ടുക. ഞാൻ മരിക്ക. രാഗണേ ഇഞ്ഞി കാണണം. ഞാൻ ബന്ധുരിക്കുന്ന ഇഞ്ഞി കാണണം. വെണ്ണീരാന്ന് കേട്ടോ. ബാല ഇനി 2 സ്റ്റെപ്പ് അങ്ങോട്ട് മാറിന്നോ. തീ എന്റെ മേത്തേക്ക് കയറും. ഇനി മാറ് ബാല. കുലുക്കണ്ട, കാലിയാ. ഇതില് ഇല്ല. ഇത് കാലിയാ. കാലിയാ. ഇനി മരിക്കുന്നുണ്ടാ? പുറത്തേക്ക് ഇറങ്ങടാ. പുറത്തേക്ക് ഇറങ്ങുമോനെ. പുറത്തേക്ക് ഇറങ്ങിയാൽ അടിക്കും. ആരും അടിക്കൂല. നിങ്ങളല്ല, ഓളടിക്കും. അരെ ഓളാ? സത്യമായിട്ടും ഓള് നിങ്ങൾ വിചാരിച്ച പോലെ അല്ല. ഇല്ല, ഞാൻ പറഞ്ഞോളാം. അവളോട് ഞാൻ പറഞ്ഞോളാം. ഇറങ്ങ്. നിന്റെ ധൈര്യത്തിലാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇറങ്ങ്.
പൊളിയും ശ്രദ്ധിക്കണേ വലഞ്ഞു. ഞാൻ നോക്കിക്കോളാം വാ ഞാൻ നിന്റെ ഒരു പ്രതീക്ഷ. വാ വാ കണ്ട വാ. എടാ ഓ എൻ്റെ വീട്ടില് ഗ്യാസും അരിയും സാധനം തീർന്നിട്ട് ഒരാഴ്ചയായി. സ്വന്തം വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ട് സ്വന്തം ഭാര്യന്റെ കുറ്റം പറയാം. മനസ്സിലായ എനിക്ക്? എനിക്ക്